ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ബാലിപദം. വൃതാരിപുത്രനെ യുദ്ധത്തിനായിക്കൊണ്ടു മിത്രാത്മജൻ വിളിച്ചിടിനാൻ. പിന്നെയും ക്രൂധനായി നിന്നു കിഷ്കിന്ധ്യപുരാധ്വാരി കൃത്വാ മഹാസിംഹനാദം രവിസുതൻ ബദ്ധരോഷം വിളിക്കുന്ന നാദം തഥാ ശ്രുത്വാദി വിസ്മിതനായൊരു ബാലിയും ബദ്ധ്വാ പരികരം യുദ്ധായ സത്വരം ബദ്ധവൈര്യം പുറപ്പെട്ടൊരു നേരത്ത് ഭർത്തരഗ്രേ ചെന്നു ബദ്ധാശ്രുനേത്രയായി മധ്യേ തടുത്തു ചൊല്ലിയിടിനാൾ താരയും. ശങ്കാവിഹീനം പുറപ്പെടാതെ എന്തൊരു ശങ്കയുണ്ടുള്ളിലെനിക്കതോ കേൾക്ക നീ. വിഗ്രഹത്തിങ്കൽ പരാജിതനായിപ്പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം എത്രയും പരാക്രമമുള്ളൊരു മിത്ര അവനുണ്ട് പിന്തുണ നിർണയം. ബാലിയും താരയോടാശു ചൊല്ലിയിടിനാൻ. ബാലേ ബലാൽ ഒരു സംഖ്യയുണ്ടാകല കയ്യയച്ചിടു നീ വൈകരുതേതുമേ. നീയൊരു കാര്യം ധരിക്കേണമോമലേ. ബന്ധുവായാലുള്ളു തോർക്ക സുഗ്രീവന് ബന്ധമില്ലെന്നോടു വൈര്യത്തിനാർക്കുമേ. ബന്ധുവായുണ്ടവനേകനെന്നാകിലോ ഹന്തവ്യനെന്നാൽ അവനോ മറിക നീ. ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തികെ യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ടുടൻ ശൂരനായുള്ള പുരുഷനിരിക്കുമോ. ഭീരുവായുള്ളിലടച്ചതു ചൊല്ലു നീ. വൈരിയെ കൊന്നു വിരവിൽ വരുവാൻ ഞാൻ ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലഭേ. താരയും ചൊന്നാളതു കേട്ടവനോടു വീരശിഖാമണേ കേട്ടാലുമെങ്കിൽ നീ കാനനത്തിങ്കൽ നായാട്ടിന് പോയിതു താനേ മമസൂധൻ അങ്കദനന്നേരം കേട്ടോരു ദന്തമെന്നോട് ചൊന്നാനതു കേട്ടിട്ടു ശേഷം യഥോചിതം പോക നീ. ശ്രീമാൻ ദശരഥനാമയോധ്യാധിപൻ രാമനെന്നുണ്ടവൻ തന്നെ നന്ദനൻ ലക്ഷ്മണനാകും അനുജനോടും നിജലക്ഷ്മി സമയായ സീതയോടും അവൻ വന്നിരുന്നിടിനാൻ ദണ്ഡകാനനെ. വന്യാസനായി തപസ്സു ചെയ്തിടുവാൻ ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാൻ അവൻ തന്നെ പത്നിയെ ലക്ഷ്മണനോടു അവളെ അന്വേഷിച്ചു. തൽക്ഷണ മൃശ്യമുഖാചലേ വന്നിതു. മിത്രാത്മജനെയും തത്ര കണ്ടിടിനാൻ. മിത്രമായി വാഴുക എന്നന്യോന്യമൊന്നിച്ചു സഖ്യവും ചെയ്തുകൊണ്ടൊരഗ്നിസാക്ഷിയായി ദുഃഖശാന്തിക്കങ്ങിരുവരുമാരുടൻ വൃതാരിപുത്രനെ കൊന്നു കിഷ്കിന്ധ്യയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പനെന്നൊരു സത്യവും ചെയ്തു കൊടുത്തിതു രാഘവൻ. സത്വര അർക്ക തനയനുമന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു. സീതാദേവി തന്നെയും കാട്ടിത്തരുവനെന്നു തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിതു. വന്നതിപ്പോൾ അതു കൊണ്ടു തന്നെ അവൻ വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ ശൗര്യമായി വാഴിച്ചു കൊൾകൈ ഇളമയായി. യാഹി രാമം നീ ശരണനായി വേഗേന പാഹിമാമംഗതം രാജ്യം കുലശ്ചതേ. ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞു കാലും പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധോ വ്യാകുലഹീനം പുണർന്ന് അനുരാഗവശേന പറഞ്ഞിതു ബാലിയും. സ്ത്രീ സ്വഭാവം കൊണ്ടു പേടിയായി ഏതുമേ നാസ്തി ഭയം മമ വല്ലഭേ കേൾക്ക നീ. ശ്രീരാമലക്ഷ്മണൻ മാർ വന്നതെങ്കിലോ ചേരുമെന്നോടും അവരെന്നു നിർണയം. രാമന് സ്നേഹമെന്നോളം ഇല്ലാർക്കുമേ രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു. നാരായണൻ താൻ അവതരിച്ചു ഭൂമി ഭാരഹരണാർത്ഥമെന്നു കേൾപ്പുണ്ടു ഞാൻ. പക്ഷഭേദം ഭഗവാനില്ല നിർണയം. നിർഗുണനേകനാത്മനാം ഈശ്വരൻ തച്ചാരണാംബുജേ വീണു നമസ്കരിച്ചിച്ചയാ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങു പോരുവാൻ. മൽഗൃഹത്തിങ്കലുപകാരവുമേറും സുഗ്രീവനെക്കാളും എന്നെ കൊണ്ടോർക്ക നീ.
തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചിടു, അന്യഭാവം പരമാത്മാവിനില്ലല്ലോ. ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ, ഭക്തിയോ പാർക്കില്ലെന്നോളമില്ലോർക്കുമേ. ദുഃഖവും നീക്കി വസിക്ക നീ വേശ്മനി, പുഷ്കരലോചനേ പൂർണ്ണ ഗുണാംബുദേ. ഇത്തമാശസ്യ വൃഥാ രാതിപുത്രനും ക്രൂധനായി സത്വരം ബദ്ധ്വാ പരികരം. നിർഗമിച്ചിടിനാൻ യുദ്ധായ സത്വരം, നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ കൃത. താരായു ആശ്രുഗണങ്ങളും വാർത്ത അരൂഢതാപമകത്തു പോക്കിയിടിനാൻ. പല്ലും കടിച്ചലറിക്കൊണ്ടു ബാലിയും നില്ലുനില്ലെന്നണഞ്ഞൊരു നേരം തഥാ. മുഷ്ടികൾ കൊണ്ടു താടിച്ചിതു ബാലിയെ, ദുഷ്ടനാ ബാലി സുഗ്രീവനെയും തഥാ. മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ, കെട്ടിയും കാൽ കൈ പരസ്പരം താടനം. തട്ടിയും മുട്ടും കൊണ്ടു തലതങ്ങളിൽ കൊട്ടിയുമേറ്റം പിടിച്ചു കടിച്ചു. അങ്ങുറ്റത്തിൽ വീണു പിരണ്ടു മുരണ്ടു മുൾച്ചീറ്റം കലർന്നു. നഖം കൊണ്ടു മാന്തിയും ചാടിപ്പതിക്കയും കൂടെ കുതിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോപിച്ചടുക്കയും കൂടെ വിയർക്കയും നാടികൾ ചേർക്കയും. മുഷ്ടിയുദ്ധം പ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടി കുളിർക്കയും വാട്ടി സ്തുതിക്കയും. കാലകാലൻ താനുമുള്ള പോർ ബാലി സുഗ്രീവ യുദ്ധത്തിനവോ ദൃഢം. രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പൊരുമ്പോലെ, രണ്ടു ശൈലങ്ങൾ തമ്മിൽ പൊരുമ്പോലെയും കണ്ടവരാർത്തു കൊണ്ടാടിപ്പോഴ്ത്തിയും. കണ്ടീല വാട്ടമൊരുത്തനുമേതുമേ, അച്ഛൻ കൊടുത്തൊരു മാല ബാലിക്കു, അച്യുതൻ നൽകിയ മാല സുഗ്രീവനും. ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചി തർക്ക തനയനോ വിഗ്രഹം. ശാതവുമേറ്റം കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും. അഗ്രജാമുഷ്ടിപ്രഹരങ്ങളേൽക്കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതു കണ്ടു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥനന്ദനൻ ബാലിതൻ. വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷഷണ്ഡം മറഞ്ഞാശു മഹേന്ദ്രമസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ. വിദ്രുതമമ്മാറയച്ചരുളിയിടിനാൻ, ചെന്നതു ബാലിതന്മാറിൽ തറച്ച് അളവ് ഒന്നങ്ങലറി വീണിടിനാൻ ബാലിയും. ഭൂമിയുമൊന്നു വിറച്ചി തന്നേരത്ത് രാമനെ കൂപ്പി സ്തുതിച്ചു മരുൽ സുതൻ. മോഹം കലർന്നു മുഹൂർത്തമാത്രം, പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ ബാലിയും. കാണായിതഗ്രേ രഘുത്തമനെ തഥാ, ബാണവും ദക്ഷിണഹസ്തേ ധരിച്ചന്യപാണിയിൽ. ചാപവും ചീരവാസനവും തുണീരവും മൃദുസ്മേരവദനവും ചാരൂജടാമകുടം പൂണ്ടിടംപെട്ട മാറിടത്തിങ്കൽ വനമാലയും പൂണ്ടു. ചാർവായതങ്ങളായുള്ള ഭുജങ്ങളും ദുർവാദങ്ങളച്ചെവി പൂണ്ട ശരീരവും പക്ഷഭാഗേ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയൂ മഞ്ജസ കണ്ടു ഗർഹിച്ചു പാഞ്ഞിതു ബാലിയും. ഉണ്ടായ കോപഖേദ കുലചേതസ, എന്തു ഞാനൊന്നു നിന്നോട് പിഴച്ചിതു, എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ. വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമ്മത്തെ വടിഞ്ഞതെന്തിങ്ങനെ, എന്തൊരു കീർത്തി ലഭിച്ചതിതുകൊണ്ടു. ചിന്തിക്ക രാജകുലോത്ഭവനല്ലോ നീ, വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കേണമേവനും. എന്തോന്നു സുഗ്രീവനാൽ കൃതമായതും എന്തു എന്നാൽ കൃതമല്ലയാഞ്ഞതും. രക്ഷോവരൻ തവ പത്നിയെ കട്ടതീൻ അർക്കാത്മജനെ ശരണമായി പ്രാപിച്ചു. നിഗ്രഹിച്ചു ഭവാൻ എന്നെ എന്നാക്കിലോ, വിക്രമം മാമകം കേട്ടറിയുന്നീലേ. ആരറിയാത്തതു മൂന്നു ലോകത്തിലും വീരനാമെന്നുടെ ബാഹുപരാക്രമം. ലങ്കാപുരത്തെ ത്രികൂടമൂലത്തോടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാൻ അരനാഴിക കൊണ്ടു നിന്നന്തികെ വെച്ചു തൊഴുതേനാദരാൽ. ധർമ്മിഷ്ഠനെന്നോ ഭവാനെ ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുപതേ. ധർമ്മമെന്തോന്നു ലഭിച്ചതിതുകൊണ്ടു നിർമൂലമിങ്ങനെ കാട്ടാളനെപ്പോലെ വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്നു പറക നീ. വാനരമാംസ
ഭക്ഷ്യമത്രേ ബദ മാനസേ തോന്നിയതെന്തിദൂർഭൂപതേ. ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോട് ഉത്തരമായി അരുൾ ചെയ്തു രഘുത്തമൻ. ധർമ്മത്തെ രക്ഷിപ്പതിനായി ആയുധവുമായി നിർമത്സരം നടക്കുന്നിതു നീളഞ്ഞാൻ. പാപിയായോർ അധർമ്മിഷ്ടനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ. നിന്നെ വധിച്ചിതു ഞാൻ മോഹബദ്ധനായി, നിന്നെ നീയേതും അറിയാഞ്ഞതുമെടോ. പുത്രീ ഭഗിനി സഹോദരഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യമതു. ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വെച്ചു മേറ്റം മഹാപാപി. താപ അവർക്കതിനാലെ വരുമല്ലോ. മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചതാ. ധർമ്മസ്ഥിതി വരുത്തും ധരണീതലെ നിർമ്മലാത്മാ നീ നിരൂപിക്ക മാനസെ. ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകപാലന്മാർ നടക്കുമെല്ലാടവും. ഏറെ പറഞ്ഞു പോകായി അവരോടേതും പാപത്തിനായി വരും പാപികൾക്കേറ്റവും. ഇത്തമരുൾ ചെയ്തതൊക്കവേ കേട്ടാശു ചിത്തവിശുദ്ധി ഭവിച്ചു കവീന്ദ്രനും. രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സംഭ്രമം. ഭക്ത്യാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാൻ ഇത്തം മമാപരാധം ക്ഷമിക്കേണമേ. ശ്രീരാമ രാമ മഹാഭാഗരാഘവ നാരായണൻ നിന്തിരുവടി നിർണയം. ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടും ക്ഷമിക്കണം. നിന്തുരുമേനിയും കണ്ടുകണ്ടാശു നീ അന്തികെ താവകമായ ശരമേറ്റു. ദേഹമുപേക്ഷിപ്പതിനു യോഗം ആഹന്ത ഭാഗ്യമെന്തോന്നു ചൊല്ലാവതും. സാക്ഷാൽ മഹായോഗി നാമപി ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ. നിന്തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷന് മോക്ഷം ലഭിക്കുന്നതാകയാലിന്ന് മേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടുകണ്ടൻപോട് നിന്നുടെ സായകം കൊണ്ടു മരിപ്പാൻ അവകാശമിക്കാലം ഉണ്ടായതെന്നുടെ ഭാഗ്യാതിരേകം. ഇതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വര നാരായണൻ നിന്തിരുവടി. ജാനകി താരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി ഭക്തി കണ്ടൻ തന്നെ നിഗ്രഹിപ്പിനാശു ഭക്തി രഥാത്മജനായി ജനിച്ചു ഭവൻ. പത്മജൻ മുന്നമർത്തിക്കയാലെന്നതും പത്മവിലോചന ഞാനറിഞ്ഞിടിനേൻ. നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടും എന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ. എന്നോട് തുല്യ ബലനാകും അംഗതൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം. അർക്കതനയനു അംഗതപാലനു ഒക്കുമെനിക്കെന്നു കൈക്കൊള്ളുക വേണമേ. അമ്പും പറിച്ചു തൃക്കൈ കൊണ്ടടിയനെ അൻപോടുമെല്ലെ തലോടുകയും വേണം എന്നതു കേട്ടൊരു കൂത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൻ മെല്ലവേ. മാനവവീരൻ മുഖാംബുജവും പാർത്തു വാനരദേഹമുപേക്ഷിച്ചു ബാലിയും. യോഗീന്ദ്ര ബൃന്ദാതുരാപ്പമായുള്ളൊരു ലോകം ഭഗവത്പദം ഗമിച്ചിടിനാൻ. രാമനായൊരു പരമാത്മനാ ബാലി രാമപദം പ്രവേശിച്ചോരനന്തരം മർക്കൗടകം ഭയത്തോടടി വേഗേന പൂക്കിതു കിഷ്കിന്തായ പുരാധിരേ. ചൊല്ലിനാൻ താരയോടാശു കവികളും സ്വർലോകവാസിയായി വന്നു കവിവിശ്വരൻ. ശ്രീരാമസായകമേറ്റു രണാധിരേ താരേ കുമാരനെ വാഴിക്ക വൈകാതെ. ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ചു ഗോപിച്ചുകൊള്ളുക കിഷ്കിന്ധ്യ മഹാപുരം. മന്ത്രികളോട് നിയോഗിക്ക നീ പരിപന്ധികളുള്ളിൽ കടക്കാതിരിക്കണം. ബാലി മരിച്ചതു കേട്ടൊരു താരയോ മോലോലെ വീഴുന്ന കണ്ണുനീരും വാർത്തു. ദുഃഖേന വക്ഷസി താടിച്ചു ഗദ്ഗദാവാച പറഞ്ഞു പലതരം. എന്തിനെനിക്കിനീ പുത്രനും രാജ്യവും, എന്തിനു ഭൂതലവാസവും മേ വൃത. ഭർത്താവ് തന്നോടു കൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ. ഇത്തം കരഞ്ഞവൾ ചെന്നു തൻ രക്താപാംസുക്കളണിഞ്ഞു കിടക്കുന്ന ഭർത്തുകളേവരം കണ്ടു മോഹം പൂണ്ടു. പുത്രനോടും കൂടെ ഏറ്റം വിവശനായി വീണിതു ചെന്നു പദാന്തികേ താരയും കേണു തുടങ്ങിനാൻ പിന്നെ പലതരം. ബാണമേ ഇതെന്നെയും കൊന്നിയിടു നീ മമ പ്രാണനാഥനു പൊറ പിരിഞ്ഞാലടോ. എന്നെ പതിയോടുകൂടെ അയക്കിലു
കന്യകാദാന ഫലം നിനക്കും വരും. ആര്യനാം നിന്നാൽ അനുഭൂതമല്ലയോ ഭാര്യാവിയോഗജ ദുഃഖം രഘുപതേ. വ്യഗ്രവും തീർത്തു രുമയുമായി വാഴുക നീ സുഗ്രീവ രാജ്യഭോഗങ്ങളോടും ചിരം. ഇത്തം പറഞ്ഞു കരയുന്നതാരയോട് ഉത്തരമായരുൾ ചെയ്തു രഘുവരൻ. തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർത്തൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ. താരോപദേശം. എന്തിനു ശോകം വൃഥാ തവ കേൾക്ക നീ ബന്ധമില്ലേതുമിതിന്നു മനോഹരേ. നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ. ധന്യേ പരമാർത്ഥമെന്നോട് ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം ത്വം മാംസരക്താസ്തി കൊണ്ടടോ. നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമോർക്ക നീ. നിശ്ചയമാത്മാവു ജീവൻ നിരാമയൻ. ഇല്ല ജനനം മരണവുമില്ല ഉണ്ടായികതൂ നിനച്ചേതുമേ. നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ. ദുഃഖവിഷയവുമല്ലതു കേവലം. സ്ത്രീ പുരുഷ ക്ലീബഭേദങ്ങളുമില്ല. താപശീതാദിയുമില്ലെന്നറിക നീ. സർവകൻ ജീവനേകൻ പരനദ്വയൻ അവ്യയൻ ആകാശതുല്യനാലേപകൻ. ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തെന്തു ദുഃഖത്തിനു കാരണം. രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാശു ചോദിച്ചതു പിന്നെയും. നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമായതും സച്ചിദാത്മാ നിത്യമായതു ജീവനും ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ള ഒക്കെ അരുൾ ചെയ്യുക വേണം ദയാനിതേ എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക നീ. യാതൊരളവു ദേഹേന്ദ്രിയാഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും. അത്ര നാളേക്കു ആത്മാവിനു സംസാരമൊത്തു അവിവേക കാരണാൽ നിർണയം. ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കതാനെ വിനിവർത്തിക്കയില്ലടോ. നാനാവിഷയങ്ങളെ ധ്യായമാനനാം മാനവനെങ്ങനെ എന്നതു കേൾക്ക നീ. മിഥ്യാഗമം നിജ സ്വപ്നയഥാ തഥാ സത്യമായുള്ളതു കേട്ടാലുമെങ്കിലോ. നൂനമാനാദ്യ വിദ്യാബന്ധഹേതുന താനാമഹങ്കൃതിക്കാശു താൽക്കാര്യമായി സംസാരമുണ്ട് അപമാപാർത്ഥകമായതും. സംസാരമോ രാഗരോഷാദിസങ്കുലം മാനസം സംസാരകാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും. ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മനസ്തൽകൃത ബന്ധം ഭവിക്കുന്നു. രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും ത്വദ്ധാരണമായി വരും. വസ്തുതയാ പാർക്കിലില്ല തദ്രജ്ഞാന ചിത്തെ നിരൂപിച്ചു കാണുക നീ സൂക്ഷ്മമായി. ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തുമാത്മാവിന് സംസാരവും ബലാൽ. ആത്മാസ്വലിംഗമായൊരു മനസ്സിനെ താൽപ്പര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ തൽസ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബന്ധനായി സേവിക്കയാൽ അവശ്വത്വം കലർന്നതും ഭാവിക്ക കൊണ്ടു സംസാരേ വലയുന്നു. ആദോ മനോഗുണാൻ സ്രഷ്ടാ തതസ്തത വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ലരക്താംസിത ഭേദഗതികളായി മിക്കതും തൽസമാന പ്രഭാവങ്ങളായി. ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാലെങ്ങുമാ ഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു. പിന്നെ സമസ്ത സംഹാരകാലേ ജീവനന്നുമന്യാദ്യ വിദ്യാവശം പ്രാപിച്ചു. തിഷ്ടത്യാഭിനിവേശത്താൽ പുനരത സൃഷ്ടികാലേ പൂർവവാസനയാം സമം ജായതേ ഭൂയോ ഗഡിയന്ത്രവത്സത മായാബലത്താൽ ആർക്കൊഴി കാമടോ യാതൊരിക്കൽ നിജപുണ്യവിശേഷേണ ചേതസി സത്സംഗതി ലഭിച്ചിടുന്നു. മദ്ഭക്തനായ ശാന്താത്മാവിനു പുനരപ്പോളവൻ മതി
മദ്വിഷയാന്തൃഢം ശ്രദ്ധയുമുണ്ടാം. കഥാശ്രവണേ മമ ശുദ്ധസ്വരൂപ വിജ്ഞാനവും ജായതേ. സൽഗുരുനാഥപ്രസാദേന മാനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും. ദേഹേന്ദ്രിയമന പ്രാണാദികളിൽ നാഹന്ത വേറൊന്നു നൂനമാത്മാവിതു. സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം. ഇത്തമറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യം മയോദിതം സത്യം മയോദിതം. യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖം അവനില്ല. നീയും മായാപ്രോക്തമോർത്തു വിശുദ്ധയായി മായാവിമോഹം കളകമനോഹരേ. കർമ്മബന്ധത്തിങ്കൽ നിന്നുടൽ വേർപെട്ടു നിർമ്മല ബ്രഹ്മാണി തന്നെ ലയിക്ക നീ. ചിത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ടു രൂപഭൂമേവം നിനക്കു കാട്ടിത്തന്നോ. താപമിനി കളഞ്ഞാലും അശേഷം നീ മദ്രൂപമീ ദൃശ്യം ധ്യാനിച്ചുകൊള്ളുകയും മധ്വജനത്തെ വിചാരിച്ചുകൊള്ളുകയും ചെയ്താൽ നിനക്ക് മോക്ഷം വരും നിർണയം. കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യം ആനന്ദേന കേട്ടൊരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൻ. മോഹമകന്നു തെളിഞ്ഞിതു ചിത്തവും ദേഹാഭിമാന ദുഃഖവും പോക്കിനാൾ. ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയാൽ ആത്മബോധേന ജീവൻ മുക്തിയായിനാൾ. മോക്ഷപ്രദനായ രാഘവൻ തന്നോടു കാക്ഷണം സംഘമാത്രേണ താരയും ഭക്തി മുഴുത്തിട്ടാനാദി ബന്ധം തീർന്നു. മുക്തയായുള്ളൊരു നാരി എന്നാകിലും വ്യഗ്രമെല്ലാം അകലെപ്പോയി തെളിഞ്ഞിതു. സുഗ്രീവനുമിവ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമോടതി സംസ്ഥാനായാൻ തുലോം. സുഗ്രീവരാജ്യാഭിഷേകം. സുഗ്രീവനോടരുൾ ചെയ്താനന്തര അഗ്രജപുത്രനാം അംഗദൻ തന്നെയും മുന്നിട്ടു സംസ്കാരമാദി കർമ്മങ്ങളെ പുണ്യാഹപര്യന്തമാഹന്ത ചെയ്യുക നീ. രാമാജ്ഞയാ തെളിഞ്ഞാശു സുഗ്രീവനും ആമോദം പൂർവം ഒരുക്കി തുടങ്ങിനാൻ. സൗമ്യമായുള്ളൊരു താരയും പുത്രനും ബ്രാഹ്മണ ഉമാമത്യ പ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിതം വേരി മൃദംഗാദി വാദ്യഘോഷത്തോടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചത്. സ്നത്വാ ജഗാമാരുകൂത്തമ സന്നിധോ മന്ത്രികളോടും പ്രണമ്യ പാദാംബുജ. അന്തർമുദാ പറഞ്ഞാൻ കവിപുങ്കവൻ രാജ്യത്തെ രക്ഷിച്ചു കൊൾക വേണമിനി പൂജ്യനാകും നിന്തിരുവടി സാദരം. ദാസനായുള്ളോരടിയെ ഈ നിത്തവ ശാസനയും പരിപാലിച്ചു സന്തതം. ദേവദേവേശ തേ പാദപത്മദ്വയം സേവിച്ചു കൊള്ളുവാൻ ലക്ഷ്മണനെപ്പോലെ. സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടുടൻ അഗ്രേ ചിരിച്ചരുൾ ചെയ്തു രഘുത്തമൻ. നീ തന്നെ ഞാൻ അതിനില്ലൊരു സംശയം. പ്രീതനായി പോയാലും ആശു മമാജ്ഞയ. രാജ്യാധിപത്യം നിനക്കു തന്നേനിനി പൂജ്യനായി ചെന്ന് അഭിഷേകം കഴിക്ക നീ. നൂനമൊരു നഗരം പോവുകയുമില്ല ഞാനോ 14 സംവത്സരത്തോളം സൗമിത്രി ചെയ്യൂ അഭിഷേകമാതരാൽ. സാമർത്ഥ്യമുള്ള കുമാരനെ പിന്നെ നീ യാവരാജ്യാർത്ഥ അഭിഷേചയ പ്രഭോ. സർവമദീനം നിനക്കു രാജ്യം സഖേ. ഭാര്യയെപ്പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചു കൊള്ളുക നീ. അദ്രീശിഖരെ വസിക്കുന്നതുണ്ടു ഞാൻ അധ്യാപ്രഭൂതി ചാതുർമാസ്യമാക്കുലാൽ. പിന്നെ വർഷം കഴിഞ്ഞാൽ അനന്തര അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ. തന്നങ്കിത നിരിപ്പോട് അറിഞ്ഞു എന്നോട് ചൊൽകയും വേണം മമസകേ. അത്ര നാളും പുരത്തിങ്കിൽ വസിക്ക നീ നിത്യസുഖത്തോടും ദ്വാരാത്മജൈ സമം. രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു വേഗേന സൗമിത്രിയോടും സുഗ്രീവനും ചെന്നു പുരിപോക്ക് അഭിഷേകവും ചെയ്തു. വന്യദൂരമാന്തികേ സുമിത്രാത്മജൻ സോദരനോടും പ്രവർശ്യാക്കി ഗിരോ സാദരം ചെന്നു കരേറി രഘുത്തമൻ. ഉന്നതമൂർധശിഖരം പ്രവേശിച്ചു നിന്ന നേരം ഒരു ഗഹ്വരം കാണായി. സ്ഫടികാദീപ്തി കലർന്നു വിളങ്ങിന ഹാടകദേശം മണിപ്രവോരോജ്വലം. വാദപരിഷഹി
മാധവവാരണം പാദപവൃന്ദ ഫലമൂല സഞ്ചിതം തത്രൈവ വാസായ രോചയാമാസ സൗമിത്രിണ ശ്രീരാമഭദ്രൻ മനോഹരൻ സിദ്ധയോഗീന്ദ്രാദിഭക്തജനം. തഥാ മർത്യവേഷം പൂണ്ട നാരായണൻ തന്നെ പക്ഷി മൃഗാദിരൂപം ധരിച്ചന്വഹം പക്ഷീധ്വജനെ ഭജിച്ചു തുടങ്ങിനാൻ. സ്ഥാവരജംഗമ ജാതികളേവരും ദേവനെ കണ്ടു തൂകിച്ചു മരുവിനാർ. രാഘവൻ തത്ര സമാധിവീരതന ഏകാന്തദേശേ മരുവും ദശാന്തരെ ഏകദാ വന്നിച്ചു സൗമിത്രി സംസ്പൃഹം രാഘവനോട് ചോദിച്ചരുളീടിനാൻ. കേൾക്കയിലാഗ്രഹം പാരം ക്രിയമാർഗേ മാക്യാഹി മോക്ഷപ്രദം ത്രിലോകീപദേ. വർണ്ണാശ്രമികൾക്കു മോക്ഷദം പോലതു വർണ്ണിച്ചരുൾ ചെയ്യുക വേണം ദയാനിതേ. നാരദവ്യാസ വിരിഞ്ചാദികൾ സദാ നാരായണ പുജ കൊണ്ടു സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്തിയാ പറയുന്നിതെന്നു കേൾപ്പുണ്ടു ഞാൻ. ഭക്തനായി ദാസനായുള്ളോരടിയനു മുക്തിപ്രദമുപദേശിച്ചരുളണം. ലോകൈകനാഥ ഭവാനരുൾ ചെയ്യിലു ലോകോപകാരം ആകയുമുണ്ടല്ലോ. ലക്ഷ്മണനേവ ഉണർത്തിച്ച നേരത്തു തക്ഷണേ ശ്രീരാമദേവനും അരുൾ ചെയ്തു. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.